എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസ് ദിനത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പിങ്ക് കളർ പാലപ്പമാണ്. ഈ ഒരു ദിനത്തിൽ വിശേഷമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് പാലപ്പം. നിത്യവും നമ്മൾ തയ്യാറാക്കിയെടുക്കാറുള്ളത് വെളുത്ത കളറിൽ തന്നെയാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ളത്. കണ്ണിന് കാണാൻ മനോഹരവും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു ദിനത്തിൽ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന പാലപ്പത്തെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ പിങ്ക് കളർ പാലപ്പം നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് പാലപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതിന് ശേഷം ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ട് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് തന്നെ തിളച്ചോണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ ഒന്നും കൂടെ തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ബീട്രൂട്ടിന്റെ ചൂടൊക്കെ ഒന്ന് ആറി നമുക്കിതൊന്ന് അരച്ചുകൂടി എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ബീട്രൂട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ അഗാരോന്റെ ബ്ലെൻഡർ ജാറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോ ചെറിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇന്ന് നമുക്കിതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡർ മിക്സർ ജാറിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ ടാഗും ചെയ്തേക്കാം കേട്ടോ. ബീട്രൂട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നുകൂടെ നോക്കാം. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് പാലപ്പം തയ്യാറാക്കി എടുക്കാനുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 കിലോ അളവാണ്. 1/2 കിലോ അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ പാലപ്പം തയ്യാറാക്കുമ്പോൾ ഒരു 15 പാലപ്പം ആണ് നമുക്ക് കിട്ടുക. ഇതൊരു വലിപ്പത്തിലുള്ള പാലപ്പമാണെങ്കിൽ നമുക്കൊരു 15 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പാലപ്പം എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്. അപ്പൊ നമുക്കൊരു 30 അളവിലാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ അരിപ്പൊടി പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പാലപ്പത്തിന് പ്രധാനമായിട്ടും വേണ്ടത് പാലാണ്. ഞാനിവിടെ തേങ്ങാപ്പാല് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ അളവില് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു 15 മിനിറ്റിന് മുമ്പാണ് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഇതുപോലെയാണ് പൊങ്ങി വീർത്ത് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങളുടെ കൈവശം തേങ്ങാപ്പാല് കിട്ടാനില്ലെങ്കിൽ സാധാരണ പാക്കറ്റ് പാൽ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവില് പഞ്ചസാര കൂടെ ചേർത്തിട്ട് വേണം പാൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പൊ നമുക്കിനി ഈ ഒരു പാല് നമ്മുടെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാല് ഈസ്റ്റ് ചേർത്ത് വരുമ്പോഴേക്കും പിരിഞ്ഞ മാതിരിയൊക്കെ വരും കേട്ടോ. അപ്പൊ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി വേണ്ടത് ഉപ്പാണ്. നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ പാലപ്പം തയ്യാറാക്കുമ്പോൾ പ്രത്യേക ഫ്ലേവർ കിട്ടാനായിട്ട് ഏലക്കപ്പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഏലക്കപ്പൊടിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഞാൻ ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ 3 സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മിക്ക വീഡിയോയിലും ഒരുപാട് പേര് ചോദിക്കുന്ന സംശയമാണ് സ്പൂണ്, ടേബിൾ സ്പൂൺ, ടീസ്പൂൺ. ഇതാണ് ഞാൻ സ്പൂൺ എന്ന് പറഞ്ഞാൽ അത് സ്പൂൺ തന്നെയാണ്, അല്ലാതെ ടേബിൾ സ്പൂൺ എന്ന് പറയാറില്ല. ടേബിൾ സ്പൂൺ എന്ന് ആവശ്യം വരുമ്പോൾ ടേബിൾ സ്പൂൺ എന്ന് പറയും. ചായക്കൊക്കെ പഞ്ചസാര ഇടുന്നതാണ്. ഒരു 100,000 പ്രാവശ്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നിട്ടുള്ളത്. മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാലപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് മാക്സിമം 1 മണിക്കൂർ ടൈം മാത്രമേ ആവശ്യമുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ പാലപ്പം നല്ല പോലെ പൊങ്ങി വീർത്ത് കിട്ടും കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് വെക്കണം. 250 മില്ലി അളവില് പശുവിൻ പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലോ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ചെറിയതായിട്ടൊന്ന് ചൂടാക്കുക. തേങ്ങാപ്പാൽ ഒരുപാട് നേരം ചൂടാക്കരുത്, ചെറിയ മാത്രം ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ അളവില് ഇൻസ്റ്റന്റ് ഈസ്റ്റും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറൊക്കെ ആവുമ്പോൾ അത് ചേർത്തിട്ടാണ് നമുക്ക് ഈ പാലപ്പം തയ്യാറാക്കേണ്ടത്. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ പാൽ ഒഴിച്ചിട്ട് നമ്മുടെ പൊടി
നല്ല പോലെ തന്നെ കട്ടിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് പാലപ്പം തയ്യാറാക്കുമ്പോൾ ഒരുപാട് കട്ടിയായിട്ടല്ല മാവ് കലക്കിയെടുക്കേണ്ടത്, വളരെ ലൂസായിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പാലെടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാലോ, വളരെ ലൂസായിട്ടാണ് നമ്മൾ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമ്മുടെ മാവിന്റെ പാകം നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ മധുരം ചേർക്കാം, ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർക്കാം. ഇനിയിപ്പോ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം കൂടി പോവാണെങ്കിൽ കുറച്ച് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് കപ്പി കാച്ചിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കപ്പി കാച്ചിയതിന് പകരമായിട്ട് ചോറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് അരിപ്പൊടി കുറുക്കിയതാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത്. കപ്പി കാച്ചിയത് ചേർക്കുമ്പോൾ നിറയെ തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പൊടി, ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കുറുക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ വറുത്തിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു മിക്സ് കട്ടകൾ ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ നല്ല ലൂസായിട്ടാണ് കലക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കട്ടകളെല്ലാം തന്നെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മിക്സിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ചിട്ട് നമുക്കിതൊന്ന് കോരിയും കൂടെ നോക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കാനില്ല. മധുരം ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതൊന്ന് പൊങ്ങാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഇങ്ങനെ 2-3 തവണ അതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. പാലപ്പ കൂട്ട് പൊങ്ങി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പാലപ്പത്തിന്റെ മിക്സ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ട് മാവ് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി നിൽക്കുന്ന ഒരു ത്തിലാണ്. ഇവിടം വരെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. മുടി തുറന്നപ്പോഴേക്കും താന്നു പോയതാണ് കേട്ടോ. നമുക്ക് ഈ മാവൊന്ന് ഇളക്കിയും കൂടെ നോക്കാം. നല്ല ബബിൾസോട് കൂടി തന്നെയാണ് മാവ് പൊങ്ങി വന്നിട്ടുള്ളത്. അധികം ഒന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് പതിയെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതിയാകും. ഇതാണ് കേട്ടോ മാവിന്റെ കൺസിസ്റ്റൻസി. ഇനി ഉടൻ തന്നെ നമുക്ക് പാലപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി ഒരു അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാനിപ്പോ ഉപയോഗിച്ചിട്ടുള്ളത് പ്രസ്റ്റീജിന്റെ അപ്പച്ചട്ടിയാണ്. അപ്പച്ചട്ടി ഇപ്പോ ചൂടായി വന്നിട്ടുണ്ട്. അധികം ഇളക്കാതെ തന്നെ നമുക്ക് ഓരോ തവി മാവും ഒഴിച്ചു കൊടുക്കാം. ഇത്രയും തന്നെ മതിയാകും. ഒരുപാട് വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കരുത്. നിറയെ ഹോൾസ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പാനിന്റെ സൈഡിൽ നിന്നും ആവിയൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. മൂടി തുറന്ന് നോക്കാം. നമ്മുടെ അപ്പം ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കോ വാഴയിലേക്കോ മാറ്റാവുന്നതാണ്. അതിനുശേഷം വീണ്ടും അപ്പം തയ്യാറാക്കാം. ഇത്രയും തന്നെ വീണ്ടും ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മൂടി വെച്ച് തന്നെ കൊടുക്കാം. രണ്ടാമതും നമ്മുടെ അപ്പം വേവായി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ നിറയെ ഹോൾസ് ഒക്കെ ആയിട്ട് നല്ല സുന്ദരി അപ്പമായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു അപ്പവും നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ രണ്ടാമത്തെ അപ്പവും നമുക്ക് വാഴയിലേക്ക് മാറ്റാം. അങ്ങനെ മൂന്നാമത്തെ പാലപ്പവും മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇലയിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പാലപ്പം ഇവിടെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാ പാലപ്പവും തയ്യാറാക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പിങ്ക് കളർ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പാലപ്പം വീടുകളിലെ തയ്യാറാക്കി നോക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടാനും മറക്കരുത്. അപ്പോൾ ഇനി നാളെ കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.